ഹലോ, എല്ലാവർക്കും സെറാസ് ഗാർഡൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാ ആഴ്ചയിലെയും പോലെ സെയിൽ വീഡിയോ തന്നെയാണ്. നമ്മൾ സാധാരണ വെള്ളിയാഴ്ചയാണ് സെയിൽ വീഡിയോസുമായിട്ട് വരാറുള്ളത്. അപ്പോൾ ഇന്നലെ ചില തിരക്കുകൾ കാരണം എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. പ്ലാൻസൊക്കെ നോക്കിയിട്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് വഴി ഓർഡർ ചെയ്യുക. നമ്മൾ DTDC വഴിയാണ് പ്ലാൻസ് നിങ്ങൾക്ക് അയക്കുക. DTDC അടുത്തുണ്ടെന്നൊക്കെ എല്ലാവരും ഉറപ്പ് വരുത്തിയിട്ട് ഓർഡർ ചെയ്യുക പ്ലാന്റ്. നമ്മുടെ പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് പ്ലാൻസ് ആണ് ഇന്ന് നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ആഴ്ച നമ്മൾ 2 വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ സെയിൽ ചെയ്തിട്ടുള്ള പ്ലാന്റ് തന്നെയാണ്. ലോറോപെറ്റലാണ്. ലോറോപെറ്റൽ പ്ലാന്റ്സിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനും അതുപോലെ തന്നെ ഇലകൾ കാണാനും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ. നല്ല ഡാർക്ക് മജന്ത കളറിൽ വിരിയുന്ന പൂക്കളാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. അപ്പോൾ ഈ സൈസിലുള്ള ലോറോപെറ്റൽ പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ചൈനീസ് പെർഫ്യൂം. അങ്ങനെ അയച്ചു കൊടുത്തിട്ടുള്ള പ്ലാന്റ്സിൽ ഒരു പ്ലാന്റ് ആണിത്. നിറയെ പൂത്ത് നിൽക്കുകയാണ്. അതുപോലെ നല്ല ഭംഗിയിൽ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് പെർഫ്യൂം. നല്ല സ്മെല്ലാണ് ഇതിൻ്റെ പൂക്കൾക്ക്. അപ്പോൾ നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക ഈ കാണുന്ന ഒരു സൈസ് ആയിരിക്കും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 120 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് മണിക്കൊന്ന അല്ലെങ്കിൽ വെള്ളക്കൊന്ന, ചെയിൻ ഓഫ് ഗ്ലോറി എന്നൊക്കെ പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ്. നല്ല ഭംഗിയുള്ള പൂക്കൾ തരുന്ന പ്ലാന്റ് ആണിത്. അപ്പോൾ ഇത് ഒരു സീസണൽ ഫ്ലവർ ആണ്. നവംബർ ഡിസംബർ മാസങ്ങളിലാണ് അധികവും പൂത്ത് കാണാറുള്ളത് ഈ ഒരു പ്ലാന്റ്. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് ക്രീപ്പിംഗ് ചാർലി പ്ലാന്റ് ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഒരു കെയറിൻ്റെയും ആവശ്യമില്ലാത്ത നല്ല ഭംഗിയിൽ നമുക്ക് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ക്രീപ്പിംഗ് ചാർലി. അപ്പോൾ ഇതിന് 10 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് സാധാരണ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു അഗ്ലോണിമയാണ്. സിൽവർ കിങ് എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ഇതിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് എല്ലാവർക്കും പരിചയമുള്ള ഒരു പ്ലാന്റ് ആണ്. റോസ്ഡേ പ്ലാന്റ്സ് ആണിത്. റോസ്ഡേയുടെ യെല്ലോ ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് പൂക്കൾ തരും. അതുപോലെ നിറയെ തേനീച്ചകളും പൂമ്പാറ്റകളും ഒക്കെ വരുന്ന പൂക്കളാണിതിന്. ഇതിൻ്റെ തന്നെ ഒരു 2-3 കളർ വെറൈറ്റി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. പിങ്ക് അതുപോലെ റെഡ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമുക്ക് യെല്ലോയാണ് സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ പിങ്കും കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് ഉണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക ഈ ഒരു സൈസ് ആയിരിക്കും. ഈ പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തത് ഇതൊരു അരേലിയ വെറൈറ്റിയാണ്. ബ്ലാക്ക് അരേലിയ എന്നാണ് ഇതിൻ്റെ പേര്. ലീഫ് മെച്ചോർഡായി കഴിയുമ്പോൾ ഒരു ബ്ലാക്ക് കളറിലേക്ക് മാറും. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നാടൻ ജമന്തിയാണ്. നാടൻ ചെടികൾ ഇഷ്ടപ്പെടുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ജമന്തി. ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റീസ് ഒക്കെ നമുക്ക് സാധാരണ കിട്ടാറുണ്ടെങ്കിലും നാടൻ ചെടിയോട് ഒരു പ്രത്യേകതയാണ്. കാരണം അത് ഒരുപാട് നാൾ നിൽക്കും. അതുപോലെ തന്നെ ഒരുപാട് തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ബാസ്ക്കറ്റ് പ്ലാന്റ് ആണ്. ബാസ്ക്കറ്റ് പ്ലാന്റിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിന് 15 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് ബിഗോണിയ വൈനാണ്. ഒരു ക്രീപ്പറായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിന് 70 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റാർ ജാസ്മിൻ ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. നമ്മുടെ തെച്ചിപ്പൂവിനോടൊക്കെ സാമ്യമുള്ള പൂക്കളാണ്. ഇതുപോലെ വെള്ള നിറത്തിൽ നിറയെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ്. ഒരു കെയറിൻ്റെ ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ്. നമുക്ക് നിലത്തൊക്കെ നട്ടു കൊടുക്കാം. അതല്ലെങ്കിൽ ചട്ടിയിൽ ബുഷിയായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത്. ഇതിന് റേറ്റ് വരുന്നത് 40 രൂപയാണ്.
അടുത്തതായിട്ട് സെയിലിനുള്ളത് ഒരു ഡ്രസീനിയ വെറൈറ്റിയാണ്. സോങ് ഓഫ് ഇന്ത്യ എന്നൊക്കെ ഇതിന് പേര് പറയാറുണ്ട്. ഇതിൻ്റെ 2 വെറൈറ്റീസ് നമുക്ക് സെയിലിനുണ്ട്. ആദ്യം കാണിച്ച ആ ഒരു വൈറ്റ് കളറും യെല്ലോ കളറും കൂടെ വരുന്ന ഒരു പ്ലാന്റും അതുപോലെ ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്ന പ്ലാന്റും നമുക്ക് സെയിലിനുണ്ട്. അപ്പോൾ ഇതിന് രണ്ടിനും റേറ്റ് വരുന്നത് 40 രൂപയാണ്. ഇതേ സൈസ് പ്ലാന്റാണ് അയക്കുക. അടുത്ത പ്ലാന്റ് വരുന്നത് ഈ കാണുന്ന പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് നമ്മുടെ മെലസ്റ്റോമ പ്ലാന്റ്സിൻ്റെ പൂക്കളൊക്കെ പോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഇലകളൊക്കെ കുറച്ചുകൂടി വലുപ്പമുള്ള ഇലകളാണ്. അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് റേറ്റ് 40 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് റൈറ്റിയ ആണ്. റൈറ്റിയ അല്ലെങ്കിൽ നീർമുല്ല എന്നൊക്കെ ഒരു പേരുണ്ട് ഈ ഒരു പ്ലാന്റിന്. ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകത, പൂക്കൾ എപ്പോഴും താഴേക്കാണ് വിരിഞ്ഞു നിൽക്കുക. ഒരു പ്രത്യേക ഫ്രഷ്നെസ് ഒക്കെ തരുന്ന പൂക്കളാണ് ഈ ഒരു പ്ലാന്റിൻ്റേത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് പേര് വാട്ടർ ജാസ്മിൻ എന്ന് പറയുമെങ്കിലും വെള്ളത്തിൽ നടേണ്ട ഒരു പ്ലാന്റ് അല്ല. നമ്മൾ മുൻപ് അയച്ചു കൊടുത്ത് ചിലർ ചോദിച്ചിരുന്നു ഈ പ്ലാന്റ് വെള്ളത്തിലാണോ നടേണ്ടതെന്ന്. ഇത് നമ്മൾ സാധാരണ ചട്ടിയിൽ തന്നെ നട്ടാൽ മതി. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. 150 രൂപയാണ് ഈ ഒരു സൈസിൽ വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ജെട്രോഫ പ്ലാന്റ് ആണ്. ജെട്രോഫയുടെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇതാണ് പൂക്കൾ. നല്ല ഡാർക്ക് റെഡ് കളറിലാണ് ഇതിൻ്റെ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുക. ഒരുപാട് ബട്ടർഫ്ലൈസിനെയൊക്കെ ആകർഷിക്കുന്ന പൂക്കളാണ് ഇതിൻ്റേത്. ഇപ്പോൾ ഇത് വിരിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. നിറയെ ബട്ടർഫ്ലൈസൊക്കെ വന്നു ഇങ്ങനെ പൂവിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിൻ്റെ വേരിഗേറ്റഡ് പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റ്സ് വരിക. ലീഫിൽ ഇതുപോലെ ഒരു യെല്ലോ കളറിൽ വേരിഗേഷൻ ഉണ്ടാവും. ജെട്രോഫ പ്ലാന്റ്സിൻ്റെ ഈ ഒരു സൈസിൽ വരുന്ന സെയിലിനുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് 80 രൂപയാണ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് സ്ലീപ്പിംഗ് പോത്തോസ് പ്ലാന്റ് ആണ്. നല്ലൊരു പോത്തോസ് വെറൈറ്റിയാണ്. ഇലകൾ ഇതുപോലെ ചുരുണ്ട് നിൽക്കുന്നതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. ഇതിന് 50 രൂപയാണ് റേറ്റ് വരിക. അടുത്തതായിട്ട് റിയോ പ്ലാന്റ് ആണ്. റിയോ ഗോൾഡൻ ആണിത്. നമുക്ക് ബോർഡറിലൊക്കെ വെക്കാം, അതുപോലെ വെർട്ടിക്കൽ ഗാർഡനിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരിക 30 രൂപയാണ്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് പാസിഫ്ലോറയുടെ റെഡ് കളറ് ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ്. ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണിത്. അപ്പോൾ ഇതിൻ്റെ ബ്ലൂ അതുപോലെ വൈൻ കളറൊക്കെ നമുക്ക് സെയിലിനൊട്ടനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 60 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് സ്ട്രോബെറി സിങ്കോണിയം പ്ലാന്റ് ആണ്. ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന് 30 രൂപയാണ് റേറ്റ് വരിക. അടുത്ത പ്ലാന്റ് വരുന്നത് ഹണിസക്കിൾ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ പൂക്കൾ നമ്മുടെ യെസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റിൻ്റെ പൂക്കൾ പോലെ തന്നെ ഒരേ പൂക്കൾ 2-3 നിറങ്ങളിലായിട്ട് വരുന്നതാണ്. സൺലൈറ്റ് കിട്ടുന്നതനുസരിച്ച് അതിൻ്റെ കളറുകൾ ഇങ്ങനെ മാറി മാറി വരും. അപ്പോൾ ഇതാണ് നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് റെഡ് വിങ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് 80 രൂപയാണ് റേറ്റ് വരിക. അടുത്തത് നമുക്ക് സെയിലിനുള്ളത് ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പേര് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ വേരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ് വരിക. അതുപോലെ തന്നെ ഇതിനൊരു വയലറ്റ് കളർ ഫ്ലവർ കൂടി ഉണ്ടാവും. ഈ ഒരു പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് സെയിലിനുള്ളത് ബൊലീവിയൻ സൺസെറ്റ് പ്ലാന്റ് ആണ്. നല്ല ഡാർക്ക് ഓറഞ്ച് നിറത്തിൽ ഇതുപോലെ പൂക്കൾ തരുന്ന ഒരു പ്ലാന്റ് ആണ് ബൊലീവിയൻ സൺസെറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് തൈകൾ നമ്മൾ മുൻപ് സെയിൽ ചെയ്തിരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിലിനായിട്ട് വീണ്ടും കൊണ്ടുവരുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ വാട്സപ്പിൽ കുറച്ച് പേര് പ്ലാന്റ്സ് ചോദിച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് സെയിൽ വീഡിയോസിലൊന്നും അധികം ഇടാതിരുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരിക. ഇനി നമുക്ക് സെയിലിന് വന്നിട്ടുള്ളത് ക്രിസ്മസ് കലേഡിയം പ്ലാന്റ് ആണ്. ഇതാണ് പ്ലാന്റ് വരിക. നല്ല ഭംഗിയുള്ള ഒരു കലേഡിയം പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരിക. ഈ ഒരു സൈസ് പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരിക. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്.
പ്ലാന്റ്സ് ഏതെങ്കിലും ആവശ്യമുള്ളവർ ഒന്നെങ്കിൽ പ്ലാന്റ്സിൻ്റെ പേര് അയയ്ക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയയ്ക്കുക. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. DTDC വഴിയാണ് പ്ലാന്റ്സ് അയയ്ക്കുക. ഇതുകൂടാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ലിസ്റ്റ് ഞാൻ കാറ്റലോഗിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് എല്ലാവരും ചെക്ക് ചെയ്യുക. കൂടുതൽ വെറൈറ്റി പ്ലാന്റ്സ് കൊണ്ടുവരണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പ്ലാന്റ്സൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്കിനി പ്ലാന്റ്സ് സെയിലിനായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക, വീഡിയോസൊക്കെ മുടങ്ങാതെ കാണുക. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ.